വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പ്ലസ് നമ്മൾ പുറത്ത് പോണ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ. നമ്മൾ സാധനം മേടിക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവധി കിട്ടുന്നുണ്ടായിരുന്നില്ല തൃശ്ശൂർ ജില്ലയ്ക്ക് മഴ കാരണം. അന്നെടുത്തൊരു വീഡിയോ ആണ്. അന്ന് ഞങ്ങൾ രാവിലെ തന്നെ പച്ചക്കറി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ, അരി സാധനങ്ങളൊക്കെ. ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ പോകുന്ന വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, വണ്ടി ഓട്ടുന്ന ചേട്ടന് രാവിലെ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് പോയത്. ഞങ്ങൾ മഴ പെയ്യുന്നു വിചാരിച്ചിട്ടൊന്നും മഴ പെയ്തില്ലായിരുന്നു കേട്ടോ. ഭാഗ്യം, അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നനഞ്ഞേനെ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാലയയുടെ മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്കാണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റുള്ള ഒരു മോയ്സ്ചറൈസറും കൂടിയാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. സ്മെല്ല് നമുക്ക് ആ സ്മെല്ല് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയാം പെട്ടെന്ന് തന്നെ. ഒരാൾ കയറി വരുമ്പോൾ നമ്മൾ ആ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഭയങ്കര സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മാമർത്തിൻ്റെ ലിപ് ബാമാണ്. ഞാനിപ്പോൾ എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ ആയതുകൊണ്ട് ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യണത്. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ചെറിയൊരു പണി കിട്ടിയതാണ്. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒരു സൈഡ് റിയാക്ഷൻ വന്നതാണ് കേട്ടോ. പിഗ്മെൻറ്റേഷൻ വന്നിരുന്നു ചുണ്ടിൻ്റെ അടിയിൽ മൊത്തം. അപ്പോൾ ഞാനിപ്പോൾ ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടാറ്. അതിനുശേഷം നമ്മൾ കുഷ്യൻ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കണേ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ടെന്ന് പറഞ്ഞ സംഭവം. ഞാനിപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും ഇട്ടിട്ട് പോകാറുണ്ട്, ഇടയ്ക്ക് സ്കൂളിൽ പോകുമ്പോഴും ഇട്ടിട്ട് പോകാറുണ്ട് കേട്ടോ. എൻ്റെ സെയിം ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ ഫൗണ്ടേഷൻ. ഞാനിപ്പം നമ്മുടെ നോർമൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു കുഷ്യൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ എന്താ പറയുക, ഈ ഓയിലി അങ്ങനെയൊന്നുമില്ല. സെയിം നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലെ അറിയില്ല. എന്താ പറയുക, ഈ കുഷ്യൻ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ കണ്ണ് എഴുതി കൊടുക്കണം. നമ്മുടെ മെബ്ലൈൻ്റെ ഐലൈനർ വെച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐലൈനർ കൂടിയാണ്. ആക്ച്വലി ഞാൻ ഇത് യൂസ് ചെയ്യാൻ എൻ്റെ അമ്മയായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയുടെ നിന്ന് അടിച്ച് മാറ്റിയതാണ്. ഞാനിപ്പോൾ ഒരു 3-4-5 വർഷമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഐലൈനറും കൂടിയാണ്. നല്ല അടിപൊളി ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. പിന്നെ ഇത് ബ്രഷ് ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വാലിടാനും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വാലൊക്കെ വരും. അല്ലെങ്കിൽ ഞാൻ വാലിടുമ്പോൾ ഒരു മാതിരിയായിട്ടാണ് വരാറ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാസ്ലറിൻ്റെ ഐടെക്സിൻ്റെ ഐലൈനറായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ മെബ്ലൈൻ്റെയാണ്. എനിക്ക് പിന്നെ മെബ്ലൈൻ്റെ പ്രൊഡക്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മസ്കാര ഞാൻ എന്താ പറയുക നമ്മുടെ കൺപീലികൾ ഭയങ്കര കുറവാണ്. പിന്നെ എന്താ പറയുക, ഞാൻ ഇടയ്ക്ക് ഇത് പറക്കൊക്കെ ചെയ്യും കേട്ടോ. ഇടയ്ക്ക് പിന്നെ കൊഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെ എനിക്ക് ഐലാഷസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ മസ്കാര നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ണ് എഴുതിയത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് എഴുതിയത്. അല്ലെങ്കിൽ എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ വെച്ചാൽ ഞാൻ ചെറുതാക്കിയിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ഒന്ന് വലുതായിട്ട് എഴുതി. അതിനുശേഷം നമ്മൾ മസ്കാര ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഐടെക്സിൻ്റെ പൊട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐടെക്സിൻ്റെ കുഞ്ഞ് പൊട്ട്. അത് ഞാൻ കുറച്ചും കൂടെ വലുപ്പമുള്ളതായിരുന്നു ഇടുക. ഇപ്പോൾ ഇതായി. അതിനുശേഷം നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 20 കോക്ടെയിലാണ് ഷെയ്ഡ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്പ് ലൈനർ കൂടിയാണ് കേട്ടോ. ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ലിപ്പ് ലൈനറാണ്. ഇപ്പോൾ പൊതുവേ എനിക്ക് എന്താ പറയുക, ഡാർക്ക് ഷെയ്ഡാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഡാസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കാൻ പോണേ. 32 ഷെയ്ഡാണ് കേട്ടോ. ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വാങ്ങിച്ചത്. അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാനിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഇട്ടിട്ട് പോണതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം എന്നുള്ളൂ, ഞാൻ ബ്രൗൺ മേടിച്ചിടുമ്പോൾ അത് പിങ്ക് ആയിട്ടാണ് നിൽക്കുക. അതാണ് ഒരു പ്രശ്നമുള്ളത്. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മുടി കെട്ടാം. മുടി ഞാൻ പോൺടെയിലാണ് കെട്ടണം. ഞാൻ അവിടെ ക്ലോക്ക് ക്ലിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചേച്ചി മേടിച്ചിട്ട് വന്നതാണ് ഓണത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്ലിപ്പ് ഇട്ടാൽ. ഞാൻ എപ്പോഴും അത് കുത്തിക്കൊണ്ടാണ് നടക്കുക. അപ്പോൾ നമ്മളതല്ല കുത്തുന്നത്. അതിന് പകരം നമ്മൾ ഒരു ബണ്ണിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ബ്ലാക്ക് റൗണ്ട് ബണ്ണ്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ എന്താ പറയുക, അവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്, വൈറ്റ്. ഞാൻ ഇതങ്ങനെ ഇടാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്ത് പോകുമ്പോൾ ഇട്ടാലോ എന്ന്. പിന്നെ അതിൻ്റെ കൂടെ പെയർ ചെയ്താണ് ഞാനൊരു ഡാർക്ക് ബ്ലൂ ജീൻസാണ്. ആക്ച്വലി അതെൻ്റെ അമ്മയുടെയാണ്. അമ്മയുടെ നിന്ന് അടിച്ച് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും സെയിം ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റി ഇടാൻ പറ്റും, അതാണ്. അപ്പോൾ ഞാൻ അമ്മയുടെയാണ് എടുത്തിട്ടാണത്. അതിനുശേഷം നമ്മൾ മുടി കെട്ടി കഴിഞ്ഞു. പോണിറ്റെയിലാണ് ഞാൻ കെട്ടിയത്. എനിക്ക് ടൈം കിട്ടിയില്ല മാറ്റി. ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ക്രാബ് ഇട്ടിട്ടാണ് പോവാറ്. പുറത്തഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ കാറ്റൊക്കെ ഇല്ല, മുടിയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പോണിറ്റെയിൽ കെട്ടി. അപ്പോൾ നമ്മുടെ മുടി കെട്ടി കഴിഞ്ഞു. ഇതാണ് എൻ്റെ അനിയത്തി. ഞങ്ങളപ്പോൾ കടയിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തതാണ്. അപ്പുറത്തിരിക്കുന്ന എൻ്റെ അമ്മാമ്മയാണ്. ഞങ്ങൾ അമ്മാമ്മയുടെ കൂടെയാണ് കേട്ടോ പോയത്. പിന്നെ
എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ലോങ് വീഡിയോസ് ആണോ, ഷോർട്ട് വീഡിയോസ് ആണോ, ഗെറ്റ് റെഡി വിത്ത് മീ ആണോ, ഷോപ്പിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക സ്റ്റഡി വ്ളോഗ്സ് ആണോ, എങ്ങനത്തെ വീഡിയോസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ കയറുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങൾ പലചരക്ക് മേടിക്കാനാണ് ഈ കടയിൽ കയറുന്നത്. നമ്മുടെ പട്ടിക്കാട് സെൻറ്ററിൽ ഉള്ളൊരു കടയാണ്. കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ എപ്പോഴും അവിടെ നിന്നാണ് വാങ്ങാറ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള പച്ചക്കറി കടയിൽ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ. കൂർക്ക ഐറ്റംസൊക്കെ ഉണ്ട്. ഭയങ്കര എന്താ പറയുക ഫ്രഷ് ഐറ്റംസാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് ഇപ്പോൾ എപ്പോഴും വാങ്ങാറ്. അത് കഴിഞ്ഞ് നമ്മൾ ബേക്കറി കയറുന്നുണ്ട്. ഇവിടുന്ന് എന്താ പറയുക ഞങ്ങളിപ്പോഴും പച്ചക്കറി വാങ്ങാൻ അടിപൊളി പച്ചക്കറിയാണ്. എന്താ പറയുക കണ്ടാൽ തന്നെ അറിയാം നല്ല ഫ്രഷാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബേക്കറി കയറി. തൊട്ടടുത്ത് തന്നെയുള്ള ബേക്കറിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് എപ്പോഴും ഞങ്ങൾ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാറ്. എല്ലാം നല്ല അടിപൊളി ബേക്കറി ഐറ്റംസാണ്. എനിക്ക് അവിടുത്തെ എന്താ പറയുക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ബേക്കറി എണ്ണ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ സിപ്പപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. സിപ്പപ്പ് അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വാങ്ങാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ഫ്ലേവറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് കേട്ടോ ഫ്ലേവർ. ഞങ്ങൾ ഇപ്പോൾ പോവുകയാണെങ്കിൽ എപ്പോഴും അവിടെ നിന്ന് സിപ്പപ്പ് വാങ്ങാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളവിടെ ഓരോ സാധനങ്ങളുടെ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെയാണ്. നല്ല ഫ്രഷാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക കുറേ ദിവസം പഴക്കമുള്ള അങ്ങനെയൊന്നുമല്ല. നല്ല ചൂടോടെയുള്ള പലഹാരങ്ങളാണ്. ഞങ്ങളിപ്പോൾ എപ്പോൾ പോയാലും അവിടെ നിന്ന് പലഹാരങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മില്ലിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ തേങ്ങയ്ക്കാണെങ്കിൽ ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കടയിൽ നിന്നല്ല മേടിക്കണം. നമ്മൾ മില്ലിൽ നിന്നാണ് എടപ്പലത്തുള്ളൊരു മില്ലിൽ നിന്നാണ് മേടിക്കുന്നത്. അവരുടെ തൊട്ട് ചേർന്നാണ് വീടും കൂടെ. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ എണ്ണയൊക്കെ വാങ്ങാറ്. നല്ല അടിപൊളി എണ്ണയാണ്. വീട്ടിലേക്ക് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ കന്നാസല്ലേ അതിനകത്ത് അങ്ങനെയാണ് വാങ്ങുക ചെയ്യുക. നിങ്ങളുടെ അവിടെ എന്താ പറയുക പാക്കറ്റ് വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യണത് അതോ നമ്മുടെ ആട്ടുന്ന വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലേസ്. നമ്മളപ്പോൾ ഇവിടുന്ന് തേങ്ങയും കൂടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.